ായി കുഴുപ്പള്ളിയിൽ വിവിധ പരിപാടികളിലൂടെ നടക്കുന്ന CPM വൈപ്പിൻ ഏരിയ സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ 9-ന് കൊടിമര ജാഥയോടുകൂടി ആരംഭിച്ചു. PV ലൂയിസ്, CPM വൈപ്പിൻ ഏരിയ സെക്രട്ടറി AP പ്രിനിൽ, MLA KN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാട്ടുകാരെ, CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏരിയ സമ്മേളനത്തിന്, വൈപ്പിൻ ഏരിയ സമ്മേളനത്തിന് ഇന്ന് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നിന്ന് ഇന്ന് വൈകിട്ട് വള്ളത്താങ്കുളകരയിൽ സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള നഗരിൽ എത്തിച്ചേരുന്ന 3 ജാഥകൾ. കൊടിമര ജാഥ ഇവിടെ നിന്ന് സഖാവ് KN ഉണ്ണികൃഷ്ണൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും നമ്മുടെ പ്രിയപ്പെട്ട MLA-യുമായ സഖാവ് KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ കൊടിമരം ഞാൻ ഏറ്റുവാങ്ങി അത് വിവിധ ലോക്കൽ പ്രദേശങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 4 മണിക്ക് വള്ളത്താങ്കുളകരയിൽ സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ചെറായിൽ നിന്ന് രക്തസാക്ഷി സഖാവ് PK ചന്ദ്രബാബുവിൻ്റെ പ്രതികുടീരത്തിൽ നിന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് AS അരുണ നയിക്കുന്ന ദീപശിഖാറിലെ അത് ചെറായിൽ നിന്ന് പുറപ്പെട്ടു. ഇടമലക്കാട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു സഖാവ് MK ശിവരാജന്റെയും MK കൃഷ്ണന്റെ അനുജൻ സഖാവ് MK ശിവരാജന്റെയും വസതിയിൽ നിന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ BV പുഷ്കരൻ ഉദ്ഘാടനം സഖാവ് KA സാജിത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് KA സാജിത്ത് ഉദ്ഘാടനം ചെയ്ത് സഖാവ് BV പുഷ്കരൻ ഏറ്റുവാങ്ങുന്ന പതാക, ആ പതാക ജാഥ, ഈ 3 ജാഥകളും ഇന്ന് വൈകിട്ട് വള്ളത്താങ്കുളയിൽ ചേർന്നവർ സംഗമിക്കും. അതിനുശേഷം അവിടെ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. നാളെ 23, 24 തീയതികളിൽ സഖാവ് MK ശിവരാജന്റെ നാമധേയത്തിലുള്ള അയ്യമ്പള്ളി സഹകരണ ഓഡിറ്റോറിയം നിലയത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും. ആ പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് CN മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ആ ഉദ്ഘാടന സമ്മേളനവും അതിനുശേഷം പാർട്ടി ഏരിയ സെക്രട്ടറി അവതരിപ്പിക്കുന്ന പ്രോപ്പർ റിപ്പോർട്ട്, ദേശീയവും സാർവദേശീയവുമായ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചും 23ാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള വൈദ്യുതയിലെ പാർട്ടിയുടെ വളർച്ച സംബന്ധിച്ചും അതിലെന്തെങ്കിലും കോട്ടങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളും എല്ലാം തന്നെ വളരെ സവിസ്തരമായി ഓരോ സഖാക്കളും ചർച്ച ചെയ്യുന്നൊരു വേദിയാണ്. ഇത് മറ്റ് ബൂർഷ്വാ പാർട്ടികൾക്ക് അന്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഉയർന്ന ഒരു ജനാധിപത്യ പ്രക്രിയ ഉള്ളൂ. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത് മാർക്സിസമാണ്. അത് ഉന്നതമായ ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്തെയും വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്താനാവശ്യമായ സംഘടനാപരവും രാഷ്ട്രീയവുമായ നിലപാടുകൾ സ്വീകരിക്കാൻ അതത് രാജ്യത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ്. ആ വിപ്ലവ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോ രാജ്യത്തെയും സംഭവവികാസങ്ങൾ അഥവാ ഭരണകൂടത്തിൻ്റെ നിലപാടുകളെ രാഷ്ട്രീയമായി വിലയിരുത്തിക്കൊണ്ടാണ് ഓരോ രാജ്യത്തെയും വിപ്ലവ പ്രസ്ഥാനങ്ങൾ
പരിപാടിക്ക് രൂപം നൽകുന്നത്. ആ പരിപാടിയുടെ ഉള്ളടക്കം വരുന്നതുകൊണ്ടാണ് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥയെ മാറ്റിമറിച്ചത് തൊഴിലാളി വർഗ വിപ്ലവം സൃഷ്ടിക്കുന്നത്. 1917 ഒക്ടോബർ വിപ്ലവം സഖാവ് ലെനിന്റെ നേതൃത്വത്തിൽ നടന്നത് അങ്ങനെയാണ്. 1871 പാരീസ് കമ്മ്യൂണിന്റെ പരാജയം തൊഴിലാളി വർഗം ലോകത്തിൽ ആദ്യമായി നടത്തിയ ഐതിഹാസികമായ വിപ്ലവമായിരുന്നു 1871 പാരീസ് കമ്മ്യൂൺ. അത് 72 ദിവസമാണ് ആ ഭരണം നിലനിന്നത്. അട്ടിമറിക്കപ്പെട്ട അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് സഖാവ് ലെനിൻ 1917 ഒക്ടോബർ വിപ്ലവം നയിച്ചത്. ഓരോ രാജ്യത്തെയും കൂട്ടമായ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് അതത് രാജ്യത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലും പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ പരിപാടി അത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. ഇന്ത്യയിലെ സാമ്രാജ്യവിരുദ്ധവും കുത്തകവിരുദ്ധവും ഫ്യൂഡൽ വിരുദ്ധവുമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വിപ്ലവം നടത്താൻ ആവശ്യമായ കാഴ്ചപ്പാടാണ് പാർട്ടി പരിപാടി. ആ പാർട്ടി പരിപാടിയിൽ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടാണ് പാർട്ടി സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം വിജയിപ്പിക്കാൻ മുഴുവൻ ആളുകളുടെയും മുഴുവൻ സഖാക്കളുടെയും മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള വൈപ്പിൻ ഏരിയ സമ്മേളനത്തിനാണ് ഇന്ന് ആരംഭം കുറിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 3 സ്ഥലത്ത് നിന്ന് കൊടിമര ജാഥയും പതാക ജാഥയും ദീപശിഖ ജാഥയും ആരംഭിക്കും. വൈകിട്ട് 6 മണിയോടെ വെള്ളത്താങ്കുളങ്ങര മൈതാനത്താണ് ഇതിൻ്റെ പതാക ഉയർത്തൽ നടക്കുന്നത്. അത് സംഘടനാ സമിതിയുടെ ചെയർമാനായ KK ജോഷി മാഷാണ് പതാക ഉയർത്തുന്നത്. മറ്റ് വൈപ്പിൻ ഏരിയയിലെ പാർട്ടി നേതാക്കന്മാരെല്ലാവരും അവിടെ സന്നിഹിതരാകും. പാർട്ടിയുടെ പ്രവർത്തകരും സഹാക്കളെല്ലാവരും അവിടെ എത്തിച്ചേരും. നാളെ രാവിലെയാണ് പ്രദേശ സമ്മേളനം. 2 ദിവസങ്ങളിൽ 23, 24 തീയതികളിലാണ് പ്രദേശ സമ്മേളനം നടക്കുന്നത്. അത് നാളെ രാവിലെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി CN മോഹൻ ഉദ്ഘാടനം ചെയ്യും. 25-ാം തീയതി ചുവപ്പ് സേന പരേഡ്, പ്രകടനം, പൊതുസമ്മേളനം ഉദ്ഘാടനം ബഹുമാന്യനായ കേരള സംസ്ഥാന വ്യവസായ മന്ത്രി, നിയമ വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് P. രാജീവ്. ഇത് പാർട്ടിയുടെ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനമാണ്. വളരെ ചിട്ടയോടെ ഐക്യത്തോടെ വളരെ സമയബന്ധിതമായി പാർട്ടി സമ്മേളനങ്ങൾ പ്ലാൻ ചെയ്ത് അതേ രീതിയിൽ തന്നെ കേരളത്തിലെമ്പാടും നടന്നു വരികയാണ്. ഇത് കേരളത്തിലെ ഭരണത്തിൻ്റെ നയ രൂപീകരണം പുതിയ കാലഘട്ടത്തിൽ പാർട്ടി പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലായിരിക്കണം, അതിൻ്റെ നയപരിപാടികൾ മറ്റു പ്രവർത്തന പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഒരു വിപ്ലവ പ്രസ്ഥാനം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം, ഒരു വർഗ മുന്നേറ്റമായി, തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റമായി ഈ പ്രസ്ഥാനം മാറേണ്ടതുണ്ട്. അതിനുതകുന്ന തരത്തിൽ പാർട്ടി നയങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഈ കീഴ്ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ കേരളത്തിലെമ്പാടും നടന്നു വരുന്നത്.